ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഏകാദശി വ്രതത്തിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളതാ തക്കുടൂരിന് സ്കൂളിലേക്ക് വിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് പാറു നേരെ കിച്ചണിലോട്ട് പോയി കേട്ടോ. എന്നിട്ട് ഒരു പഴമൊക്കെ എടുത്തിട്ട് വന്ന് അവൾ കഴിക്കാൻ റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഏകാദശി ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ കഴിക്കാൻ റവ ഉപ്മാവും പഴവുമായിരുന്നു കേട്ടോ. പാറുവിന് നമ്മൾ റാഗി കൊടുത്തിട്ടുണ്ട്. തക്കുടൂവിന് ലഞ്ചായിട്ട് നമ്മൾ സോയാബീൻ കറിയും റൈസും കേട്ടോ കൊടുത്തത്. ഇപ്പോൾ നമ്മളിത് ഉപ്മാവൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ തന്നെ പോയിട്ട് കപ്പ കിളച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ കറിയിൽ നിന്ന് തന്നെ നമുക്കൊരു 1.5-2 കിലോൻ്റെ അടുത്തിൻ്റെ കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു കറി എടുത്തിട്ട് ഒരു കപ്പ എടുത്തിട്ടാണ് കേട്ടോ നമ്മളത് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പയും ഗോതമ്പും ചെറുപയറും കൂടി മിക്സാക്കി കഞ്ഞിയാണ് കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പോൾ ഗോതമ്പും ചെറുപയറും നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കപ്പ നമ്മൾ അടുപ്പത്തിൽ വേകാൻ വെച്ചു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കപ്പ. അപ്പോൾ നമ്മളിതാ കപ്പ അടുപ്പിൽ വെച്ചിട്ട് ചെറുപയർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ചെറുപയറും ഗോതമ്പും കൂടി ചൂടാറിയ ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചേരെടുത്തിട്ടുണ്ട്. ഈ തവിടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് നന്നായിട്ടൊന്ന് 2-3 തവണ കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കപ്പ വെന്ത് വരുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ പാറു നമ്മൾ വന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ വന്ന് ശല്യം ചെയ്യാൻ കേട്ടോ. അവൾക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു എള്ളുണ്ട ഉണ്ടായിരുന്നു. അത് നമ്മൾ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര ബഹളമാണ് കേട്ടോ പാറു. ഇപ്പോൾ ആദ്യം അവൾ എത്ര ബഹളം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വലുതാവും തോറും അവൾ ഭയങ്കര ബഹളമാണ്. നമ്മളെ പിന്നാലെ വിടുകയില്ല. എവിടേക്ക് പോകുമ്പോഴും നമ്മുടെ പിന്നാലെ തന്നെയാണ് രാവ്. അപ്പോൾ നമ്മളത് കപ്പിലേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും ജീരകവും ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെന്ത് വന്ന നമ്മുടെ കപ്പിലോട്ട് അതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മുടെ കറി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും നമുക്കിതാ കഞ്ഞി വയ്ക്കാം കുക്കറിൽ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കടുക് തളിച്ചിട്ട് ഒന്ന് ഒഴിക്കാം കേട്ടോ. അതിലേക്ക് പാറുവിന് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കടുക് തളിച്ച് ഒഴിക്കുകയാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ഗോതമ്പ് ചെറുപയറും കൂടി വെച്ച കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്താണ്? നമുക്കൊരു കുമ്പിളാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഏകാദശി എടുക്കുന്ന ടൈമിൽ, നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ കേട്ടോ, ഏകാദശി എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ വീടിനടുത്തൊരു അമ്പലമുണ്ട്. അവിടെയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി പോയി കഴിക്കാറ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുമ്പിള്, ഈ പ്ലാവിൻ്റെ ഇലയുടെ കുമ്പിളും കൊണ്ടാണ് കേട്ടോ നമ്മൾ സ്പൂണാക്കിയിട്ട് കഴിക്കാറ്. അപ്പോൾ അതുപോലെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 ഇലയൊക്കെ പറിച്ച് കുമ്പിളും അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, കുമ്പിളെന്ന് വെച്ചാൽ സ്പൂണിൻ്റെ പകരമാണ് കേട്ടോ നമ്മൾ ഈ ഇല വെച്ചിട്ട് കഴിക്കുന്നത്. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ഇല വലിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഇലയും അതുപോലെ 3 ഈർക്കിൽ, ചെറിയ പീസ് ഈർക്കിൽ എടുത്തിട്ട് മടക്കിയിട്ട് അതിലിങ്ങനെ കുത്തി സ്പൂണിൻ്റെ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സ്പൂൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കഞ്ഞി കഴിച്ച് ഉച്ചയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ കഞ്ഞി എടുത്തിട്ടുണ്ട്. കഞ്ഞിൻ്റെ കൂടെ അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ, നാരങ്ങ അച്ചാർ. അപ്പോൾ കഞ്ഞിയും കപ്പക്കറിയും നാരങ്ങ അച്ചാറും അതാണ് നമ്മുടെ ഇന്ന് ഉച്ചയ്ക്ക് കറി കഴിക്കാൻ കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട്
നല്ല വലുപ്പവും ഉള്ളൊരു അമ്പലമാണത് കേട്ടോ. നമ്മൾ മിക്കവാറും എപ്പോഴും വരാറുള്ള അമ്പലമാണത്. അപ്പോൾ പാറു ഏട്ടൻ്റെ കൂടെ നടക്കാമെന്ന് പറഞ്ഞിട്ട് മമ്മിയുടെ കൈ പിടിച്ചിട്ട് നടന്നതാണ് കേട്ടോ. അപ്പോൾ തക്കുടു വേഗം പോയി വീഴണ്ടേന്ന് പറഞ്ഞിട്ട് കൈ കയറി പിടിച്ചിട്ട് അത് അവളെ പിടിച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അർച്ചന ചീട്ടെടുത്തു. പിന്നെ നമ്മൾ 2 നെയ് വിളക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അമ്പലത്തിലേക്ക് തൊഴുതി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മളത് പുറത്ത് വന്നു കേട്ടോ. പുറത്ത് വന്നപ്പോൾ തക്കുടും പാറും കൂടി ഒരേ കളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൻ്റെ സൈഡിലൂടെ തന്നെ ഗായത്രി പുഴയാണ് കേട്ടോ ഒഴുകുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയാണ് കാണാൻ. ആ പുഴൻ്റെ ഒഴുക്കും എല്ലാം കൂടിയിട്ടായി ഒരു നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ. പുഴ കണ്ട പാർക്കുട്ടി നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നമുക്ക് ഡിന്നറിന് കഴിക്കാൻ ചപ്പാത്തിയും പനീർ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം വ്രതമൊക്കെ എടുത്ത് നമ്മളങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.